Hello, welcome to my channel. So last class we were discussing about the preparations and the physical properties of alkene. So today we are going with the chemical properties of alkene. അപ്പം ആൽക്കെയിൻസ് നമ്മൾ ആൽക്കെയിൻസിനെ കമ്പയർ ചെയ്യുമ്പം ദേ ആർ മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസിനെ കമ്പയർ ചെയ്യുമ്പം ആൽക്കെയിൻസ് ആർ മോർ റിയാക്റ്റീവ്. ഇതിൻ്റെ റീസൺ നമ്മൾ എത്തീൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. വി നോ ദി സ്ട്രക്ചർ ഓഫ് ആൽക്കീൻ ഇസ് ലൈക്ക് ദിസ് ആണല്ലോ. ഇറ്റ് ഈസ് ഹാവിങ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് സിഗ്മ ബോണ്ടും ഒന്ന് പൈ ബോണ്ട് ആയിരിക്കും. And we know that the pi bond are very weak bond compared to sigma bond. That means the electrons are loosely bound at the pi bond. Pi bond il enganeyana electrons loosely bound aanu because that bond is weak. So they can easily attacked by an electron loving group. അതായത് ആ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺ ലവിങ് ഗ്രൂപ്പ്സിന്, കാരണം അവർ വീക്കാണ്. അപ്പം അവരെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് അറ്റാക്ക് ആൻഡ് ടേക്ക് ദ ഇലക്ട്രോൺ. അപ്പം അങ്ങനെയാണ് ദേ ക്യാൻ അണ്ടർഗോ ഇലക്ട്രോഫിലിക്. അവർക്ക് എന്ത് പറ്റും? ആൽക്കീൻസ് ക്യാൻ റെഡിലി അണ്ടർഗോ ഇലക്ട്രോഫിലിക് എഡിഷൻ റിയാക്ഷൻ. അതെന്തുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് എഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഇൻ ആൽക്കെയിൻ ദിറ്റ് ഇസ് എ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. വൺ ബോണ്ട് ഇസ് സിഗ്മ ആൻഡ് വൺ ഇസ് പൈ ബോണ്ട്. Pi bond is weak bond compared to sigma bond. As the pi bond is weak, the electrons in the pi orbital are loosely bound. So an electron loving reagent like an electrophilic reagent can readily come and attack, and thereby there an addition reaction is possible. അതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ ലവിങ് ഗ്രൂപ്പ് ഇവിടെ വരികയാണ്. എ ബി എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാർ, കുറവുണ്ടാകുമ്പോഴല്ലേ നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹം. ഇലക്ട്രോഫൈൽസ് ആൽ ഇലക്ട്രോൺ കുറവായിരിക്കും. സോ ദേ ഹാവ് എ ടെൻഡൻസി ടു ഗെറ്റ് ഇലക്ട്രോൺ. They can readily come here and break this bond, and thereby they can form a new bond, a new strong bond, and thereby they can form a new product. മനസ്സിലായോ എന്തുകൊണ്ടാണ് ആൽക്കീൻസ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് ആൽക്കെയിൻസ് എന്നുള്ളത്? ഇനി ഇവർക്ക് ഇത് ഇലക്ട്രോഫിലിക് എഡിഷൻ റിയാക്ഷൻ മാത്രമല്ല, ദേ ക്യാൻ അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ, ദെൻ ദേ അണ്ടർഗോ ഓസോണോളിസിസ്. ഈ ഓസോണോളിസിസ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ദേ ക്യാൻ ഓൾസോ അണ്ടർഗോ പോളിമറൈസ്. കുറേ റിയാക്ഷൻസ് ഉണ്ട്. നമ്മളിതിൽ കുറച്ച് അതായത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വൈ ആൽക്കീൻസ് അണ്ടർഗോ ഇലക്ട്രോഫിലിക് എഡിഷൻ റിയാക്ഷൻ? അതിനുള്ള റീസൺ ഞാനിപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എഡിഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കീൻസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എഡിഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഏറ്റവും സിമ്പിളാണ് ഇത്. നമ്മളൊരു ഫസ്റ്റ്, അതായത് ആൽക്കേനിൻ്റെ പ്രിപ്പറേഷൻസിൽ നമ്മൾ പറഞ്ഞതാണ് എഡിഷൻ ഓഫ് ഹൈഡ്രജൻ. എന്താണ്? Alkenes, when undergo reduction when heated with catalysts like nickel, platinum, palladium to form alkane. അത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. അതുതന്നെയല്ലേ ഇവരെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ കെമിക്കലി എങ്ങനെയാണ് ഒരു റിയാക്ഷൻ ആയിട്ട് നടക്കുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ എഡിഷൻ ഓഫ് റിയാക്ഷൻ. എഡിഷൻ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു പേരെന്താണ്? റിഡക്ഷൻ. കാരണം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപിളി അഡിഷൻ ഓഫ് ഓക്സിജനും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഹൈഡ്രജനുമാണ്. നമ്മളിപ്പം എത്തീനെ എടുക്കുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ്, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് എന്ത് കിട്ടും? CH3 ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറുതായിട്ടൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ബോണ്ട് ഇട്ടോ. ഇനി ഇങ്ങനെയൊന്നും കാണിക്കില്ല കേട്ടോ. നിങ്ങളിപ്പോൾ 11th കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും അല്ല കാണിക്കേണ്ടത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇനി കാര്യങ്ങൾ അറിയാം. സോ ഹൈഡ്രജൻ എന്തിലാണ്? നിക്കൽ ഓർ പ്ലാറ്റിനം ഓർ പല്ലേഡിയം ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ അണ്ടർഗോ റിഡക്ഷൻ ടു ഫോം കറസ്പോണ്ടിങ് ആൽക്കെയിൻ. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എഡിഷൻ ഓഫ് ഹാലോജൻസ്. എഡിഷൻ ഓഫ് ഹാലോജൻസ്. അപ്പം സിംപിളി, അതായത് ഒരു ഹാലോജൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആൽക്കീൻസ് അണ്ടർഗോ എഡിഷൻ റിയാക്ഷൻ ടു ഫോം ഡൈഹാലൈഡ്സ് ഓർ വിസിനൈൽ ഡൈഹാലൈഡ്സ് പ്ലസ് Br2 give
CH2Br, CH2Br, and this reaction take place in presence of carbon tetrachloride. അപ്പോൾ ഇതെന്താ വിസിനൈൽ ഡൈഹാലൈഡ്സ്. ഹൗ യു ക്യാൻ കൺവേർട്ട് എത്തീൻ ഇൻറ്റു 1,2-ഡൈബ്രോമോ ഈഥേൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ എഡിഷൻ ഓഫ് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CCl4 വി വിൽ ബി ഗെറ്റിംഗ് CH2Br, CH2Br. ക്ലിയർ ആണ് ഈ റിയാക്ഷൻ? അപ്പോൾ ഈ റിയാക്ഷനിൽ ഇപ്പം നമ്മൾ ബ്രോമിൻ പറഞ്ഞു. മെയിൻലി ഈ റിയാക്ഷനിൽ ബ്രോമിനും ക്ലോറിനുമാണ് ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യാറുള്ളത്. Fluorine when react with alkene, it is like an explosive reaction ആയിരിക്കും. ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ട് പൊട്ടിത്തെറികളോട് കൂടി ഒരു റിയാക്ഷൻ ആയതുകൊണ്ട് യൂഷ്വലി ദ റിയാക്ഷൻ വിത്ത് ഫ്ലൂറിൻ വിത്ത് ആൽക്കീൻ ഇസ് നോട്ട് നമ്മൾ യൂഷ്വലി ക്യാരി ഔട്ട് ചെയ്യാറില്ല. അതേപോലെ അയഡിൻ ഓൾസോ വിൽ നോട്ട് റെഡിലി കമ്പൈൻ വിത്ത് ആൽക്കീൻസ് അണ്ടർ നോർമൽ കണ്ടീഷൻ. അതുകൊണ്ട് അയഡിനും യൂഷ്വലി ഇങ്ങനൊരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ഇനി ഒരു സിമ്പിളാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ റിയാക്ഷൻസ് വേറെയും പഠിക്കും. ഇപ്പം നമ്മുടെ കയ്യിലൊരു ടെസ്റ്റ് ട്യൂബിൽ ഈത്തേനുമുണ്ട് എത്തീനുമുണ്ട്. അപ്പം ഹൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് ബൈ ഡൂയിങ് എ സിമ്പിൾ കെമിക്കൽ ടെസ്റ്റ്. അതായത് നിങ്ങളുടെ ലബോറട്ടറിയിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഈത്തേനും ഒരു ടെസ്റ്റ് ട്യൂബിൽ എത്തീനും തന്നിട്ടുണ്ട്. ഹൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ് ഇസ് ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ആൽക്കെയിൻ ഇസ് പ്രസൻറ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ്, ദറ്റ് ഇസ് ബ്രോമിനേഷൻ. If we are adding bromine in presence of CCl4 in these two solution, ഈ രണ്ട് സൊല്യൂഷനിൽ ഈ ബ്രോമിൻ എന്ന് പറഞ്ഞ ഒരു റെഡിഷ് ബ്രൗൺ കളർ സൊല്യൂഷനാണ്, റെഡിഷ് ബ്രൗൺ കളർ സൊല്യൂഷനാണ്. അപ്പോൾ ഈ ബ്രോമിൻ ഈ ആൽക്കീനുമായിട്ട് റിയാക്ട്, കാർബൺ ടെട്രാക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് കളർ ഡീകളറൈസസ്, അത് കളർ ഫെയ്ഡായി വരും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് റിയാക്ട് വിത്ത് ദ ഡബിൾ ബോണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഫോമിങ് 1,2-ഡൈബ്രോമോ ഈത്തേൻ. ബട്ട് ഇവിടെ അതായത് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിൽ അങ്ങനെ ഒരു ഡീകളറേഷൻ കാണില്ല. ഇഫ് ഇറ്റ് ഇസ് ട്രിപ്പിൾ ബോണ്ടഡ് ആണെങ്കിലും ഈ ഒരു ഡീകളറേഷൻ കാണിക്കും, ബിക്കോസ് ഇറ്റ് ക്യാൻ റിയാക്ട് ലൈക്ക് സെയിം ലൈക്ക് ഹൗ ഇറ്റ് റിയാക്ട് വിത്ത് ആൽക്കിൻ. അപ്പോൾ ഡബിളും ട്രിപ്പിളും ആണെങ്കിൽ ദ കളർ ഓഫ് ദി ബ്രോമിൻ ഡീകളറൈസസ്. ബട്ട് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യുമ്പം അവിടെ ഡീകളറേഷൻ്റെ പോസിബിലിറ്റി ഇല്ല. മനസ്സിലാവുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേന്നുള്ളൂ, കാരണം നമുക്ക് ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വേറെ പഠിക്കാനുണ്ട്. അപ്പം ഇതാണ് എഡിഷൻ ഓഫ്. അപ്പം രണ്ട് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഇവിടെ എഡിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്, മെയിൻലി ഇലക്ട്രോഫിലിക് എഡിഷൻ റിയാക്ഷൻ. അതിൽ തന്നെ എഡിഷനിൽ തന്നെ നമ്മളൊന്ന് ഹൈഡ്രജൻ വെച്ചിട്ടുള്ളതും ഹാലജൻസ് വെച്ചിട്ടുള്ളതും പഠിച്ചു. ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡിഷനാണ് പറയുന്നത്. ഇത് ഒരു എന്താ പറയുക, മെജോറിറ്റി, അതായത് പല തവണയായിട്ട് എക്സാമിന് ചോദിച്ച ഒരു മെയിൻ സംഗതിയാണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അഡിഷൻ, ഇപ്പം മൂന്നാമത്തെ അഡിഷനാണ് അഡിഷൻ ഓഫ് ഹാലോജൻ ആസിഡ്സ്. എന്താണ് ഹാലോജൻ ആസിഡ്സ്? എന്താ ഈ ഹാലോജൻ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ? ആസിഡ്സ് നമുക്കറിയാം, HNO3, H2SO4. ഹാലോജൻ ഉള്ള ആസിഡ്സ് ഏതൊക്കെയാണ്? HCl, HBr, HI, HF. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഹാലോജൻ ആസിഡ്സ്. ബട്ട് ദിസ് റിയാക്ഷനിൽ യൂഷ്വലി ക്യാരി ഔട്ട് വിത്ത് HCl ആൻഡ് HBr പോലത്തെ റിയേജൻസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ ഇതാ ആൽക്കീൻസ്, സിമ്പിളായിട്ടുള്ള നമ്മുടെ എത്തീൻ വെൻ റിയാക്റ്റഡ് വിത്ത് HBr, it readily undergo addition reaction to form എന്താ ഫോം ചെയ്യുക? ഹാലോ ആൽക്കെയിൻസ് അല്ലേ? ഹാലോ ആൽക്കെയിൻസ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻ ഒരു ഹാലോജൻ ഇവിടെ പോയി ഒരു ഹൈഡ്രജൻ, അത് HBrലെ ഒരു H ഇങ്ങോട്ടേക്കും പോയി ഒരു Br ഇങ്ങോട്ടേക്കും പോയി എന്ത് ഫോം ചെയ്തു? നമുക്ക് ഹാലോ ആൽക്കെയിൻസ് കിട്ടി. ഇതിനെന്താ പറയുക? 1-ബ്രോമോ ഈത്തേന് കിട്ടി. അപ്പം ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങളെനിക്ക് ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്, അല്ല പറയാൻ കിടക്കുന്നേ ഉള്ളൂ. സോ എഡിഷൻ ഓഫ് ഹാലോജൻ ആസിഡ്സ്. വെൻ ഹാലോജൻ ആസിഡ്സ് ആർ ആഡഡ് ടു ഈത്തേൻ വി ആർ ഗെറ്റിംഗ് 1-ബ്രോമോ ഈത്തേൻ. ഓക്കെ ആണേ. ഈ ആൽക്കേനും ഇങ്ങനെയൊന്നും എഴുതത്തില്ല. CH2 CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതി CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr gives CH3 CH2Br. ഓക്കെ, CH2Br. ഈ ആൽക്കീനും തമ്മിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? ദിസ് ഇസ് എ സിമെട്രിക്കൽ ആൽക്കീൻ ഓർ സിമെട്രിക് ആൽക്കീൻ. എന്തുകൊണ്ടാണ്?
ദാറ്റ് ഈസ് ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഈക്വൽ നമ്പർ ഓഫ് എന്താണ് കാർബൺ ആറ്റമാണ് ഉള്ളത്. ഇതാ CH3 CH ഡബിൾ ബോണ്ട് CH3. ദിസ് ഇസ് ഓൾസോ എ സിമെട്രിക് ആൽക്കീൻ ആണല്ലോ. CH3 CH3. ഈ ഒരു കേസ് അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞിട്ട് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി, ഒരു തിരക്കില്ല നമുക്ക്. CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിൽ ഞാൻ HBr ആഡ് ചെയ്യാണ്. ദിസ് ഇസ് എ സിമെട്രിക് ആൽക്കീൻ അല്ലേ, സിമെട്രിക് ആണ്. ഇതെന്താണ്? അൺസിമെട്രിക് ബിക്കോസ് ദി കാർബൺ ആറ്റം വിച്ച് ഇസ് പ്രസൻറ്റ് ഓൺ ദി ഐദർ സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട് ആർ ഡിഫറെൻറ്റ്. ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ രണ്ട് കാർബൺ ആറ്റം. ഇത് അൺസിമെട്രിക് ആൽക്കീൻ ആണല്ലോ. ഒരാൾ സിമെട്രിക് ആണ്. ഇനിയിപ്പം ഈ സിമെട്രിക് ആൽക്കീനിലേക്ക് ഞാനൊരു HBr ആഡ് ചെയ്യാണ്. അപ്പം നമുക്ക് നോക്കണം എവിടെ ഹൈഡ്രജൻ പോവും, എവിടെ Br പോവും. എവിടെ പോയാലും നമുക്ക് പ്രശ്നമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് സിമെട്രിക്. സിമെട്രിക് ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇപ്പം ഞാൻ ഈ ഹൈഡ്രജന് ഇങ്ങോട്ടേക്ക് പോയി, ഈ Br ഇങ്ങോട്ടേക്ക് പോയി. അപ്പം എന്താ CH3 CH2 CH Br CH3. ഇതിൻ്റെ പേരെന്താ? 2 ബ്രോമോ 1 2 3 4 മെത്ത് പ്രൊപ്പെയിൻ ബ്യൂട്ടേൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ഈ ഹൈഡ്രജനെ നമ്മളിപ്പോൾ ഇങ്ങടല്ലേ വിട്ടത്, ഇതിന് പകരം ഇവിടേക്കും വിട്ടു. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? CH3 CH Br CH2 CH3. ഇതിൻ്റെ പേരും എന്താ? നമുക്കറിയാം, നമ്മൾ നെയിമിങ് കൊടുക്കുമ്പം എപ്പോഴും അതായത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഏതാണെങ്കിൽ അവർക്കായിരിക്കണം ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ. അപ്പം ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2, അപ്പോഴും ഇതെന്താ? 2 ബ്രോമോ ബ്യൂട്ടേൻ. അപ്പം നമ്മളിപ്പം ഒരു സിമെട്രിക് ആൽക്കീനിലാണ് ഒരു ഹാലോജൻ ആസിഡ്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ നോ പ്രോബ്ലം, എവിടെ എങ്ങനെ ആഡ് ചെയ്താലും സെയിം കോമ്പൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ അൺസിമെട്രിക് ആൽക്കീൻ്റെ കേസ് ഒന്ന് എടുത്തു നോക്കട്ടെ. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, എവിടേക്ക് ഹൈഡ്രജൻ പോകണം അല്ലെങ്കിൽ എവിടേക്ക് ബ്രോമിൻ പോകണം എന്നുള്ളത്. ബിക്കോസ് ഹിയർ 1 ഹൈഡ്രജൻ, ഹിയർ 2 ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ രണ്ട് തരത്തിലൊന്ന് എഴുതി നോക്കാം. നമ്മൾ ഇവിടേക്ക് ഞാൻ ഫസ്റ്റ് ഇവിടേക്കൊരു ഹൈഡ്രജനെ കൊടുത്തു, ഇവിടേക്കൊരു ബ്രോമിനെ കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടും CH2 Br. ഇതിൻ്റെ പേരെന്താ? ഇറ്റ് ഇസ് 1 ബ്രോമോ പ്രൊപ്പെയിൻ. ഇത് മാത്രമായിരിക്കുമോ കിട്ടുക? അല്ല, വേറൊരു പ്രൊഡക്റ്റും കൂടെ കിട്ടണം. ഏതാണ്? ഇപ്പോൾ ഇവിടേക്ക് കൊടുത്ത പോലെ തന്നെ ഇത് നേരെ തരച്ചിട്ട് ഹൈഡ്രജൻ ഇങ്ങോട്ട്, ഇവിടെ ബ്രോമിൻ. ദാറ്റ് ഈസ് CH3 CH Br CH3. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നില്ല, ഇതിൽ ആരാണ് പ്രൊഡക്റ്റ്? ഇത് ഏതാ സാധനം? ദിസ് ഇസ് 2 ബ്രോമോ പ്രൊപ്പെയിൻ. അപ്പോൾ ഒരു അൺസിമെട്രിക് ആൽക്കേനിൽ ആഡ് ചെയ്യുമ്പം അവിടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? When this reaction was carried out, it was found that this compound was found to be in the major amount. അതായത് രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും this compound is found to be in major amount and this compound is found to be in minor amount. അപ്പം നിങ്ങൾ ഇങ്ങനെ എക്സാമിന് ചോദിക്കും, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടും എഴുതി വെച്ച മാത്രം പോരാ. ദിസ് ഇസ് ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് ദിസ് ഇസ് ദി മൈനർ പ്രൊഡക്റ്റ്. ദാറ്റ് ഇസ് 2 ബ്രോമോ പ്രൊപ്പെയിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദാറ്റ് ഓഫ് 1 ബ്രോമോ. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എഴുതിയാലും ഇത് മാത്രം എഴുതിയാലും തെറ്റില്ല. അതെന്തുകൊണ്ട്? ദാറ്റ് ഈസ് വെൻ എൻ അൺസിമെട്രിക് ആൽക്കീൻ ഇസ് ആഡഡ് വിത്ത് എ ഹാലോജൻ ആസിഡ് ദ പ്രൊഡക്റ്റ് വി ഒബ്റ്റെയിൻഡ് ഇസ് എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും? ദ റീസൺ ഇസ് ദാറ്റ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് കെമിസ്റ്റ്. ഇറ്റ് ഇസ് റഷ്യൻ കെമിസ്റ്റ്. ഇറ്റ്സ് നോൺ ആസ് മാർക്കോണിക്കോവ്സ്. ഈ ഒരു റഷ്യൻ കെമിസ്റ്റാണ് പറയുന്നത് whenever an addition reaction is taking place, an electrophilic addition reaction is taking place with an alkane, the negative part of the addendum അല്ലെങ്കിൽ the reagent goes to the carbon atom with lesser number of hydrogen atom and the positive part or the hydrogen goes to the carbon atom with the greater number of hydrogen atom. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഡ്യൂറിങ് അഡീഷൻ റിയാക്ഷൻ ഓഫ് എൻ ആൽക്കെയിൻ the negative part of the reagent or the addendum എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തത് ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുന്ന ആളുടെ നെഗറ്റീവ് ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഏതാ? ബ്രോമിൻ നെഗറ്റീവും ഹൈഡ്രജൻ പോസിറ്റീവുമാണ് അല്ലേ? The negative part goes to the carbon atom with lesser number of hydrogen atom.
ഏത് കാർബണിലാണോ ലെസ് ഹൈഡ്രജൻ ഉള്ളത് അവിടേക്കും ഹൈഡ്രജൻ ആറ്റം എങ്ങോട്ടേക്ക് പോകും? goes to the carbon atom with the greater number of hydrogen atom. ഒന്നുകിൽ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു. ഹൈഡ്രജൻ ആകുമ്പോൾ കൂടുതൽ എളുപ്പമാണ് ചിന്തിക്കാൻ. ഹൈഡ്രജൻ H+, അല്ലേ? ഹൈഡ്രജൻ എപ്പോഴും ഹൈഡ്രജൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോവുക. ദാറ്റ് മീൻസ് ഇറ്റ് ഗോസ് ടു ദി അതിൻ്റെ ഗ്യാങ് കൂടുതൽ ഹൈഡ്രജൻ ഉള്ളവിടത്തേക്കും. നെഗറ്റീവ് പാർട്ട് ഗോസ് ടു ദി carbon atom with less number of hydrogen atom. This is the reason we are getting 2 bromopropane as the major product and one bromopropane as the minor product. മനസ്സിലായോ? And this rule is known as Markovnikov's rule. അപ്പോൾ എന്താണ് Markovnikov's rule? According to Markovnikov's rule, whenever an addition reaction is taking place to an alkane, the negative part goes to the carbon atom with a lesser number of hydrogen atom, and the positive part goes to the carbon atom with greater number of hydrogen atom. And the reaction you have to show. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ക്ലിയർ ആണോ? എന്താണ് മാർക്കോണിക്കോ? അപ്പം സിമെട്രിക്കിൻ്റെ കേസിൽ നോ പ്രോബ്ലം, എങ്ങനെയൊക്കെ നമ്മൾ എവിടെ കൊടുത്താലും പേര് കറക്റ്റ് ആയിരിക്കും. ബട്ട് അൺസിമെട്രിക് ആൽക്കീൻസിൻ്റെ കേസിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് നടക്കുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ മാർക്കോണിക്കോവ്സ് റൂൾ വിത്ത് എൻ എക്സാമ്പിൾ ആൻഡ് റൈറ്റ് ദ mechanism of this, write the mechanism to show the formation of this പ്രൊഡക്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ മെക്കാനിസം ഇവിടെ സിമ്പിളാണ്, വലിയ മെക്കാനിസം ഒന്നുമില്ലെന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ഏതിൻ്റെയാണ് പറയുന്നത്? മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ മെക്കാനിസം ഫോർ ദ എഡിഷൻ ഓഫ് എത്തീൻ. നമ്മൾ ആദ്യം അതൊന്ന് എഴുതി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് എക്സാമിനും ഭയങ്കര എളുപ്പമായിരിക്കും ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി. HBr gives, നമുക്ക് അൺസിമെട്രിക് അല്ലേ വേണ്ടത്, സിമെട്രിക് അല്ല. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു അൺസിമെട്രിക് ആൽക്കീൻ എഴുതാം. CH3 CH double bond CH2, okay, plus HBr gives CH3 CH negative part and CH3 plus CH3. ഒരിക്കലും ഇങ്ങനെ ഇടണമെന്നില്ല. നിങ്ങൾ ഇതാണ് ശരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് കേട്ടോ. ഇത് മാത്രം എഴുതിയാൽ മതി. എന്നാലും ഞാൻ പറയുകയാണ് CH2Br, എന്നിട്ട് ഇത് സിസ്റ്റം മേജർ. ഇതന്നെ എഴുതണം കേട്ടോ. ഇങ്ങനെ രണ്ടെണ്ണം എഴുതി വെച്ചാൽ ഒരു മാർക്കും തരത്തില്ല. മേജർ പ്രൊഡക്റ്റ്, ദിസ് ഇസ് ദി മൈനർ പ്രൊഡക്റ്റ്. ദിസ് ഇസ് ഓൾമോസ്റ്റ് 90% ആണ്. ഇതൊരു 10% ഉണ്ടാവുന്നുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ മെക്കാനിസം. ഓക്കെ, മെക്കാനിസത്തിൽ ആദ്യം നമുക്കറിയാം ഒരു ഇലക്ട്രോഫിലിക് എഡിഷൻ ആണ്. HBr undergo dissociation to form H++ Br-. ഓക്കെ, എന്താണ് HBr ഡിസോസിയേറ്റ് ചെയ്തു, H+ഉം Br-ഉം. ഇവിടെ ആരാ ഇലക്ട്രോഫൈല്? ഇലക്ട്രോണിനെ ഇഷ്ടമുള്ളവരാരാണ്? Br- എന്ന് പറയാൻ കാരണം അതിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. H+ ആണ് ഇലക്ട്രോഫൈൽ. സോ ഫസ്റ്റ് step is the electrophilic addition of this on this bond, അതായത് CH3 CH double bond CH2 plus H+. എന്താണ് ഇലക്ട്രോഫിലിക് അഡിഷൻ? ഈ ഇലക്ട്രോഫൈൽ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 2 പോസിബിലിറ്റീസ്. അതെ, 2 പോസിബിലിറ്റി ഉണ്ടല്ലോ. കാരണം ഇവിടെ ആഡ് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് either it can attack here or either it can attack here. അപ്പം ഞാൻ വെറുതെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണേ. അപ്പം ഇവിടെ ഈ ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇപ്പോൾ വിചാരിക്കുക ഈ 2 ഇലക്ട്രോണും കൂടെ എങ്ങോട്ടേക്ക് പോകും. ഇതിന് കാരണം ഇലക്ട്രോൺ വേണം. സോ ഇറ്റ് വിൽ, ഈ ഇലക്ട്രോണിനെ മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടാവും, ഇവിടെ മൈനസ് ചാർജ് ഉണ്ടാവും. ആണല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, 2 ഇലക്ട്രോൺ വെച്ചിട്ടല്ലേ ഒരു പൈ ബോണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഈ CHൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ആര് വന്ന് അറ്റാച്ച് ചെയ്യും? ഈ H+ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ്, അതായത് CH3 CH2 CH2+ ഉണ്ടാവുമല്ലോ. ഇനി ഇതേപോലെ തന്നെ അടുത്ത ചാൻസും ഉണ്ട്. എങ്ങനെ ഉണ്ടാവാം? ദീസ് 2 ഇലക്ട്രോൺസ്, അതായത് ഈ പൈ ബോണ്ട് എന്ന് പറയുന്നതിലുള്ള 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. അപ്പം നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ഇതിനെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ഫോം CH3 CH പ്ലസ് CH3. ഇങ്ങനെ ഉണ്ടായിക്കൂടെ? ഒന്ന് വരയ്ക്കേണ്ട കേട്ടോ നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഓക്കെ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് കാർബോ കാറ്റയോൺസിനെ കിട്ടി. കാർബോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ലെസൺ ഉണ്ട്. അതിൽ ഞാൻ പകുതി സെക്ഷൻ എടുത്ത് വെച്ചിട്ടുള്ളതും കൂടെ ഞാൻ തീർക്കും കേട്ടോ. അപ്പം കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജാണ്. കാർബണിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതിനെയാണ് കാർബോ കാറ്റയോൺ എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് പ്രൈമറി കാർബോ കാറ്റയോണാണ്. എന്തുകൊണ്ടാണ് പ്രൈമറി? ദ കാർബൺ ഓൺ വിച്ച് ദ പോസിറ്റീവ് ചാർജ് ഇസ് അറ്റാച്ച് ടു എനദർ 1 കാർബൺ ആറ്റം. പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി എന്താണെന്ന് നമുക്കറിയാം. പ്രൈമറി കാർബൺ എന്ന് പറഞ്ഞാൽ ദ കാർബൺ ആറ്റം ഇസ് അറ്റാച്ച് ടു ഓൺലി 1 അതർ കാർബൺ ആറ്റം. സോ ദിസ് ഇസ് പ്രൈമറി കാർബോ കാറ്റയോൺ. ഓക്കെ, ഇതോ the carbon atom on which the plus charge is attached to 2 other carbon atoms. So it is the secondary carbocation. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കമ്പയർ ചെയ്യുമ്പം ടെർഷ്യറിക്കാണ് ഏറ്റവും ഹൈ സ്റ്റെബിലിറ്റി. ദെൻ കം സെക്കൻഡറി. സോ സെക്കൻഡറി കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കാർബോകാറ്റയോൺ. എന്താണ് കാർബോകാറ്റയോണിൽ? സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കാർബോകാറ്റയോൺ. അപ്പം ഒരു റിയാക്ഷൻ നടക്കുമ്പം സ്റ്റെബിലിറ്റി കൂടുതലുള്ള ആളല്ലേ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആരാണ്? അപ്പോൾ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് ഇതാണ്. സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കാർബോകാറ്റയോൺ ആൻഡ് ദെർബൈ സെക്കൻഡറി കാർബോകാറ്റയോൺ വിൽ ബി ഫോംഡ് ഇൻ ദി ഗ്രേറ്റർ എമൗണ്ട്. ഇനി അടുത്ത് എന്ത് നടക്കും? ആ സെക്കൻഡറി കാർബോകാറ്റയോണിലേക്ക് ആര് വരും? നമ്മുടെ HBrൽ H+ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഒരു ന്യൂക്ലിയോഫൈൽ ഉണ്ടല്ലോ, അത് കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും. എവിടേക്ക്? ഇവിടേക്ക്. ആൻഡ് വി ആർ ഗെറ്റിംഗ് CH3 CHBr CH3 ആസ് ദി മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് ആരെയും കിട്ടുന്നുണ്ട്? മെറ്റയാളെയും കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ മെക്കാനിസം? വെരി സിമ്പിൾ. ആദ്യം നിങ്ങൾ HBr അങ്ങ് ഡിസോസിയേറ്റ് എഴുതുക. എന്നിട്ട് 2 തരത്തിൽ H+ വരുന്നത് പോലെ എഴുതിയിട്ട് primary carbocation, secondary. എന്നിട്ട് എഴുതുക secondary carbocation is found to be more stable than that of primary carbocation. So majority of the product form will be secondary carbocation and the Br minus attack to form 2-bromo-propane. Clear ആയോ? This is the mechanism of Markovnikov's addition in alkene. Clear ആണല്ലോ? അപ്പം നമ്മൾ ആദ്യം എന്താണെന്ന് എഴുതി എന്നിട്ട് അതിൻ്റെ മെക്കാനിസം എഴുതി ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴും ഇങ്ങനെ തന്നെയാണോ നടക്കുക? അതായത് ഞാനിപ്പോൾ HBrനെ ആഡ് ചെയ്തു, എപ്പോഴും അൺസിമെട്രിക്കൽ ഒരു ഹൈഡ്രജൻ്റെ അടുത്തേക്ക് അങ്ങനെ തന്നെയാണോ പോകുന്നത്? അത് നമ്മുടെ കെറാഷ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കെമിസ്റ്റാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വെൻ ഹി വാസ് ഡൂയിങ് എൻ എക്സ്പെരിമെൻറ്റ് വിത്ത്, നല്ലോണം ശ്രദ്ധിക്കണേ, നല്ല വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിൻറ്റ്സ് ഇതിൽ പറയാണ്ട്. HBr when treated with C6H5COOO C6H5, ഇതെന്താ സാധനം എന്നറിയോ? This is called as benzoyl peroxide. When he was, ഇതാണോ, ഇതൊരു കഥയൊന്നുമല്ല, ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട്. കെറാഷ് എന്ന് പറഞ്ഞൊരു കെമിസ്റ്റ്, when he was doing experiment with propene with hydrogen bromide and HBr in presence of benzoyl peroxide, he found the reaction in such a way that the major product was 1-bromopropane instead of 2-bromopropane. അതായത് ഇതാണ് മേജർ, ഇത് മൈനർ. When Kerash has done an experiment when reacting an alkene with HBr in presence of benzoyl peroxide, according to Markovnikov's rule, we should get 2-bromopropane as the major product, but in this reaction, he got 1-bromopropane as the major product and 2-bromopropane as the minor product. So he called this effect as peroxide effect. He didn't call, we usually call this as peroxide effect or Kerash effect, or this is anti-Markovnikov
or this reaction just take place just according opposite to Markovnikov's rule, and this is also known as anti-Markovnikov's rule. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് റിയേജൻറ്റ് എപ്പോഴും എടുത്താൽ ഇങ്ങനെ ഇല്ല. Only this reaction, anti-Markovnikov's rule or peroxide effect or Karash effect, is seen only in the case of the reagent HBr. HBr വെച്ചപ്പം മാത്രമാണ് ഇങ്ങനെ റിയാക്ഷൻ. അത് വെറുതെ HBr വെച്ചപ്പല്ല, in presence of an peroxide like benzoyl peroxide എന്നല്ല, any organic peroxide, ഏത് organic peroxide വെച്ചപ്പം HBr ആണ് reagent എങ്കിലും, then it take place just opposite to that of Markovnikov's rule, and this is known as anti-Markovnikov's rule, or this effect is known as peroxide effect or Karash effect. മനസ്സിലാവുന്നുണ്ടോ? Markovnikov പറഞ്ഞു whenever an halogen acid is reacted, halogen acid എന്നല്ല, whenever an addition reaction is taking place with an unsymmetric alkene, the positive part goes to the carbon atom with greater number of hydrogen atom, or the negative part goes to the carbon atom with lesser number of hydrogen atom. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, hydrogen atom goes to the carbon atom with greater number of hydrogen atom, and the negative part goes to the carbon atom with lesser number of hydrogen atom. അതാകുമ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. എന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് വേണം ഹൈഡ്രജന് പകരം പോസിറ്റീവ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. But according to anti-Markovnikov's rule, whenever an addition of HBr with an alkene in presence of an peroxide is taking place, then the reaction take place just opposite to that of anti-Markovnikov's rule. That is, the positive part goes to the, or the hydrogen goes to the carbon atom with lesser number of hydrogen atom, and the negative part goes to the carbon atom with greater number of hydrogen atom, and this effect is known as peroxide effect because this take place only in the presence of peroxide, and this effect is discovered by or found by Karash, and this is also known as Karash effect, and this is also known as anti-Markovnikov's rule. ഇനി ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇറ്റ് ടേക്ക് പ്ലേസ് ബൈ ദി മെക്കാനിസം ഓഫ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെയും മെക്കാനിസം നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിപ്പിക്കത്തുള്ളൂ, വെറുതെ കുറേ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അല്ല നോക്കട്ടെ, NCERT ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചിടും. ഇതിൻ്റെ മെക്കാനിസം ടെക്സ്റ്റിലുണ്ട്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. അപ്പം ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് വെറുതെ എഴുതി വെക്കാം. ഇത് എക്സാമിനും ഇങ്ങനെ എഴുതുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും എളുപ്പമാണ്. Markovnikov's rule, anti-Markovnikov's rule അല്ലെങ്കിൽ peroxide effect or Karash effect. CH3 CH double bond CH2. ഇവിടെ HCl എന്നൊന്നും എഴുതി വെക്കരുത്, HBr വെറുതെ എഴുതിയാൽ പോരാ. എന്തെഴുതണം? നമ്മുടെ പെറോക്സൈഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന പെറോക്സൈഡ് ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. C6H5 C ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O C6H. ഇത് എളുപ്പമാട്ടോ പഠിക്കാൻ, നിങ്ങൾ വിചാരിക്കുന്ന വലുതൊന്നുമില്ല. C6H5 C ഡബിൾ ബോണ്ട് O, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അയ്യോ ഇങ്ങനെയല്ല, O C ഡബിൾ ബോണ്ട് O C6H5 ഇങ്ങനെയാണ് ഇത്, കണ്ടോ? C6H5 C O O C ഡബിൾ ബോണ്ട്, ഈ സെയിം സാധനം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. And we will be getting CH3 CH2 CH2Br major plus CH3 CHBr CH2 minor. ഇനി നമ്മൾ മെക്കാനിസത്തിലേക്ക് പോവുകയാണ്. മെക്കാനിസം ഞാനിങ്ങനെ എഴുതി തന്നെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ എഴുതുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവട്ടെ ചില്ല. എനിക്ക് ഒറ്റയടിക്ക് ഇവിടെ എഴുതി വെച്ചാൽ മതി. എഴുതി വെക്കുന്നതിലും എളുപ്പം എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വെൻ ഐ എം റൈറ്റിംഗ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ HBr ഡിസോസിയേറ്റ് ചെയ്ത പോലെ ഇത് എന്ത് മെക്കാനിസമാണ്? ദിസ് വാസ് പ്രൊസീഡിങ് ബൈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ദാറ്റ് ഈസ് C6H5 C ഡബിൾ ബോണ്ട് O O C double bond O C6H5. This undergo homolytic fission. അതായത് ഹോമോളിറ്റിക്കലി, ഹെട്രോളിറ്റിക്കലി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. നമ്മൾ ഹോമോളിറ്റിക് ഫിഷനും ഹെട്രോളിറ്റിക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓർഗാനിക്കിൽ പഠിക്കും കേട്ടോ. ഇറ്റ് അണ്ടർഗോ ഹോമോളിറ്റിക് ഫിഷൻ, അതായത് ഈക്വലി, അതായത് ഇലക്ട്രോൺസ് വിൽ ബി ഷിഫ്റ്റഡ് ടു ഈക്വൽ, സെയിം ആയിട്ട് രണ്ട് പേർക്കും കിട്ടുന്ന രീതിയിൽ അണ്ടർഗോ ഹോമോളിറ്റിക് ഫിഷൻ. അപ്പോൾ എന്ത് കിട്ടുമെന്നറിയോ നമുക്ക്? C6H5 C double bond O C6H5 C double bond O അതിൻ്റെ മുകളിലൊരു ഫ്രീ റാഡിക്കൽ പ്ലസ് C6H5 C double bond O
ഓ ഫ്രീ റാഡിക്കലാണ്. ഇതിന് എനിക്ക് രണ്ടും ഒരേപോലത്തെ ആൾക്കാരായതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. എഴുതാൻ പറ്റില്ലേ? 2C6H5. ഇനി ഈ ഒരു ഫ്രീ റാഡിക്കൽ ഓഫ് പെറോക്സൈഡ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ്. ഇറ്റ്സ് ആൻ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇറ്റ്സ് അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് അണ്ടർഗോ ഡിസോസിയേഷൻ ടു ഫോം C6H5 ഫ്രീ റാഡിക്കൽ പ്ലസ് CO2. കണ്ടോ? C6H5 ഫ്രീ റാഡിക്കൽ പ്ലസ് CO2. ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇതിങ്ങനെ നടക്കും. ഇനി അടുത്തത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ C6H5 വെറുതെ നിൽക്കുമോ? ഇല്ല. C6H5 ഫ്രീ റാഡിക്കൽ പ്ലസ് HBr, നമ്മുടെ HBr ആണല്ലോ റിയേജൻറ്റ്, അതുമായിട്ട് വീണ്ടും ദിസ് അണ്ടർഗോ ഹോമോളിറ്റിക് ഫിഷൻ. ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു Br ഉണ്ട്. ഈ H ഇതിൻ്റെ കൂടെ പോയിട്ട് C6H6 പ്ലസ് Br ഫ്രീ റാഡിക്കൽ. നമുക്കറിയാം ചെയിൻ ഇനീസിയേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ Br എന്ത് ചെയ്യും? ഈ Br വെറുതെ നിൽക്കത്തില്ല. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ റിയേജൻറ്റ് CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് Br. ഇതിന് രണ്ട് തരത്തിൽ റിയാക്ട് ചെയ്യുക. ഐദർ ഇറ്റ് ക്യാൻ റിയാക്ട് ഹിയർ ആൻഡ് അണ്ടർഗോ ഹോമോളിറ്റിക് ഓർ ഇറ്റ് ക്യാൻ റിയാക്ട് ഹിയർ. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽസിനെ കിട്ടും. ഒന്ന് ഇത് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇതിനൊരു ഫ്രീ റാഡിക്കൽ, അതായത് CH3CH ഫ്രീ റാഡിക്കൽ CH2 Br. ഒന്നിങ്ങനെ നടക്കാം. അതായത് ഇത് ഹോമോളിറ്റിക്, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കും ഒരു ഇലക്ട്രോണും ഇവിടേക്ക് വന്ന് Br അറ്റാക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇറ്റ് ക്യാൻ അറ്റാക്ക് ഹിയർ CH3CH Br CH2 ഫ്രീ റാഡിക്കൽ. ഇവിടെയും പ്രൈമറി ഫ്രീ റാഡിക്കൽ ആൻഡ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണല്ലോ. Here the free radical on which the carbon atom is there is attached to two other carbon atom. So this is the secondary free radical, and the carbon atom in which the free radical is attached to only one carbon atom, this is primary. Secondary free radical is more stable than that of primary free radical. അപ്പോൾ ആരാ സ്റ്റേബിൾ? ഇയാളല്ലേ സ്റ്റേബിൾ. അപ്പോൾ എന്ത് പറ്റും? CH3CH CH2 Br വെറുതെ നിൽക്കുക പ്ലസ് HBr അണ്ടർഗോ ഹോമോളിറ്റിക് ഫിഷൻ ആൻഡ് ഇറ്റ് അണ്ടർഗോ ഇറ്റ്സ് റിയാക്ഷൻ ടു ഫോം CH3CH2 Br. കണ്ടോ? CH3CH2 Br. അപ്പം നമുക്ക് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് ഏതാ? 1-bromopropane. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 1-bromopropane. ഇതിലും റിയാക്ഷൻ നടക്കും. യു ക്യാൻ ഓൾസോ റൈറ്റ് ഹിയർ ആസ് ദിസ് ദി മേജർ പ്രോഡക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? മറ്റേതും ഉണ്ടല്ലോ നമ്മുടെ CH3 പ്രൈമറി ഫ്രീ റാഡിക്കൽ CHBr CH2 ഫ്രീ റാഡിക്കൽ പ്ലസ് HBr അണ്ടർഗോ ഹോമോളിറ്റിക് ഫിഷൻ ടു പ്രൊഡ്യൂസ് CH3CH Br CH3. ദിസ് ഇസ് ദി മൈനർ പ്രോഡക്റ്റ്. സിമ്പിൾ അല്ലേ? നേരത്തെ നമ്മൾ H+Br- എന്നുള്ളതിന് പകരം ഇവിടെ ആദ്യം പെറോക്സൈഡ് ഉള്ളതുകൊണ്ട് അതിനൊന്ന് ഹോമോളിറ്റിക് ഫിഷൻ ചെയ്തിട്ട് നമുക്ക് പെറോക്സൈഡ് ഫ്രീ റാഡിക്കൽ കിട്ടി. അതിൽ നിന്നൊരു കാർബൺ ഡയോക്സൈഡ് പോയിട്ട് C6H5 എന്നൊരു ഫ്രീ റാഡിക്കലും കാർബൺ ഡയോക്സൈഡും കിട്ടി. ഇത് പിന്നെ എന്താവും? HBr അണ്ടർഗോ ഹോമോളിറ്റിക് ഫിഷൻ ആണ്. അതിൽ ഒരു H ഫ്രീ റാഡിക്കൽ ഈ C6H5 ഫ്രീ റാഡിക്കലുമായി കമ്പൈൻ ചെയ്ത് C6H6 ആയി Br ഫ്രീ റാഡിക്കൽ. എന്നിട്ട് ഈ Br ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യും? ഈ ഒരു ബോണ്ടിനെ ഹോമോളിറ്റിക് ഫിഷൻ ചെയ്തിട്ട് രണ്ട് തരത്തിലാവും. ഒരാൾക്ക് ഒന്നിന് ഇവിടെയും കിട്ടുക, ഒരാൾക്ക് ഒന്ന് ഇവിടെയും കിട്ടുക. പിന്നെ സെക്കൻഡറി ഫ്രീ റാഡിക്കലും പ്രൈമറി ഫ്രീ റാഡിക്കലും കിട്ടും. അതിൽ പിന്നെ എന്താവും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡറി സ്മോൾ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി. അപ്പോൾ കൂടുതലും സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ വന്ന് ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്തിട്ട് വി വിൽ ബി ഗെറ്റിംഗ് 1-bromopropane as the major product, and this here we are getting the 2-bromopropane as the minor product. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ദിസ് റിയാക്ഷൻ ഇസ് പോസിബിൾ ഓൺലി ഫോർ HBr. വൈ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് HI ആൻഡ് HCl? നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നൂടെ? ടെക്സ്റ്റിലും ഉണ്ട് ആ ക്വസ്റ്റ്യൻ. വൈ ആൻറ്റി മാർക്കോണിക് ഓഫ് ഓർ പെറോക്സൈഡ് ഓർ കെരാഷ് എഫക്ട് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ കേസ് ഓഫ് HCl ആൻഡ് HI? ശ്രദ്ധിച്ചോളൂ. HCluമായിട്ട് ഈ ഒരു പെറോക്സൈഡ് എഫക്റ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് മെക്കാനിസം ഇസ് ഫോളോഡ് ബൈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അപ്പം HClൻ്റെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ബോണ്ട് ദാൻ ദാറ്റ് ഓഫ് HBr. സോ ബ്രേക്കിംഗ് ഓഫ് HCl ബൈ ദി മെക്കാനിസം ഓഫ് പെറോക്സൈഡ് എഫക്റ്റ് ഇസ് നോട്ട് പോസിബിൾ. അതിൻ്റെ ബോണ്ട് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു പെറോക്സൈഡിന് വന്ന് അതിനെ അറ്റാക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ്
HCl ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂള് കാണിക്കാത്തത്? കാരണം ഇവിടെ ഈ പെറോക്സൈഡിൻ്റെ ഫ്രീ റാഡിക്കൽ വന്നിട്ടാണ് ഈ HBrൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. HBrൻ്റെ ബോണ്ട് വീക്കാണ്, HCl നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതിന് ഇവിടെ വന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പെറോക്സൈഡിന് പറ്റത്തില്ല. ഒരു റീസൺ HCl. ഇനി HI എന്തുകൊണ്ടാണ്? HI ക്യാൻ അണ്ടർഗോ ദിസ് റിയാക്ഷൻ, ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് അയഡിൻ ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുന്നറിയോ? ഈ അയഡിൻ ഫ്രീ റാഡിക്കൽ വേറൊരു അയഡിൻ ഫ്രീ റാഡിക്കലുമായി കമ്പൈൻ ചെയ്തിട്ട് അയഡിൻ മോളിക്യൂൾ ഉണ്ടാക്കും ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് ദിസ് വിത്ത് alkene. That is, iodine free radical formed during this reaction combined with another iodine free radical to form iodine molecule. അത് ഈ ഒരു റിയാക്ഷൻ എത്തിക്കാൻ വരത്തില്ല. അതുകൊണ്ടാണ് HClഉം HIയും ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ കാണിക്കാത്തത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് മാർക്കോണിക്കോപ്സ് റൂൾ, എന്താണ് ആൻറ്റി മാർക്കോണിക്കോഫ് അല്ലെങ്കിൽ കെറാഷ് എഫക്റ്റ്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ മെക്കാനിസം ഒക്കെ ഇപ്പം നിങ്ങളിപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ വരാൻ പോകുന്നില്ല, നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, കളർ പെന്നൊക്കെ യൂസ് ചെയ്ത് ഇടയ്ക്കൊന്ന് മറച്ചു നോക്കുക. പിന്നെ എക്സാം ഹാളിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മാത്രം ഒന്നല്ല ലോകത്തിൽ ആദ്യമായി ഓർഗാനിക് കെമിസ്ട്രി എക്സാം എഴുതി പോകുന്നത്. എത്രയോ ആൾക്കാർ പോയിട്ടുണ്ട്, എത്രയോ ആൾക്കാർക്ക് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പേടിയായി. ഇതിപ്പോൾ ഇതെന്നല്ല, ഫിസിക്സ് ആണെങ്കിൽ കുറേ ന്യൂമറിക്കൽ പ്രോബ്ലം, അയ്യോ ഇതൊക്കെ പഠിക്കേണ്ട, അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. കാരണം ഇത് ഞങ്ങളൊക്കെ പഠിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് പഠിക്കാം. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമ്മൾ പഠിക്കണ സമയത്ത് നമുക്ക് കാണുമ്പോൾ പേടിയാവും. ഇത് എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടൂല. 2 തവണ എഴുതിക്കോ കിട്ടൂല, 3 തവണ എഴുതിയാലും കിട്ടൂല. പേടിക്കേണ്ട, പിന്നെ എഴുതിക്കോ. സമയം അപ്പോൾ പറയും, അയ്യോ ഇനി സമയമില്ല. സമയമൊക്കെ ഉണ്ട്, സമയം ഇല്ലാതെ ഒന്നുമില്ല. ഇങ്ങനത്തെ മെക്കാനിസം വരുമ്പോൾ കുറച്ച് കിടക്കാൻ പോണതിൻ്റെ മുന്നേ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ 1-2 തവണയൊക്കെ എഴുതിയൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കോണിക്കോപ്സും ആൻറ്റി മാർക്കോണിക്കോപ്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് ചോദിച്ചില്ല എന്ന് വെച്ചിട്ട് ആ മാം പറഞ്ഞിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ച് പേടിക്കേണ്ട, നമുക്ക് +2 ഇത് വളരെ ആവശ്യമാണ്. അപ്പം ഈ ഒരു റൂള് നന്നായിട്ട് ഇതിൻ്റെ മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പം അതാണ് നമ്മൾ ഹാലോജൻ ആസിഡ്സിൻ്റെ. ഇനി അടുത്ത നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കീൻസിൽ ഏതൊക്കെ പറഞ്ഞു? എഡിഷൻ ഓഫ് ഹൈഡ്രജൻ, എഡിഷൻ ഓഫ് ഹാലോജൻ, എഡിഷൻ ഓഫ് ഹാലോജൻ ആസിഡ്സ്. അടുത്തത് പറഞ്ഞാൽ എഡിഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല എന്താ? H2SO4 ആണല്ലോ. ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിക്ക് എഴുതുകയാണ്. HOSO3H കറക്റ്റ് അല്ലേ? H2SO4 കറക്റ്റ് അല്ലേ? H2. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ വൃത്തിക്ക് എഴുതുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. So, addition of sulfuric acid, dilute and concentrated sulfuric acid react with alkenes just in accordance with Markovnikov's rule. കണ്ടോ, Markovnikov's rule പഠിച്ചാൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. That is, sulfuric acid, that is concentrated or dilute sulfuric acid react with alkenes in accordance with Markovnikov's rule. എന്താ Markovnikov's rule? when the hydrogen goes to the carbon atom with greater number of hydrogen atom and the negative part goes to the carbon atom with lesser number of hydrogen atom. അപ്പോൾ നമ്മൾ എഴുതാൻ നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH3. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നടക്കുക? നെറ്റ് HOSO3H. എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? നമുക്കറിയാം, ഹൈഡ്രജൻ ഗോസ് ടു ദി കാർബൺ ആറ്റം വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം and the OSO3H. ഇതാണ് നമുക്ക് കിട്ടുന്ന, ദാറ്റ് ഈസ് ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫോണേറ്റ് ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫോണേറ്റ്. അതായത് ഹൈഡ്രജൻ പാർട്ട് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്കും നെഗറ്റീവ് പാർട്ട് ലെസ്സർ നമ്പർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഉള്ളിടത്തേക്കും പോകും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് അഡിഷൻ ഓഫ് വാട്ടർ ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ H2O ആണ്. നമ്മൾ അതൊന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതും, HOH. The addition of water with alkene take place in presence of mineral acid. Mineral acid എന്ന് പറഞ്ഞാൽ HCl. അതേപോലത്തെ ആസിഡ്സിൻ്റെ പ്രസൻസിലാണ് ടേക്ക് പ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ്, ദിസ് ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് Markovnikov's rule. അപ്പോൾ എങ്ങനെയാണ് നടക്കുക? ഹൈഡ്രജൻ ഗോസ് ടു ദി കാർബൺ ആറ്റം വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം and negative part goes to the carbon atom with lesser number of hydrogen atom, and this reaction is known as hydration reaction. വെള്ളം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് hydration reaction. and what we are getting an alcohol. നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ആൽക്കഹോളിനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ ആണോ?
അപ്പോൾ നമ്മൾ എഡിഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, എഡിഷൻ ഓഫ് വാട്ടർ, ഇത് രണ്ടും നടക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദി മാർക്കോണിക്കോഫ് റൂളാണ്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഒന്ന് ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ OH എന്നുള്ളൊരു കോൺസെപ്റ്റ്, എന്നിട്ട് H ഇങ്ങോട്ട് പോവുക, ബാക്കി OSO3H എന്നുള്ളതും പോവുക. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയുമാണ് എഡിഷൻ റിയാക്ഷൻ ഓഫ് എന്താണ് നമ്മുടെ നമ്മുടെ ആൽക്കീൻസിൻ്റെ എഡിഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഈ എഡിഷൻ റിയാക്ഷൻ വെച്ചിട്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇപ്പം തന്നെ എടുക്കും, നിങ്ങൾ പേടിക്കേണ്ട മാം അയ്യോ പോഷൻ തീർക്കില്ല. ഞാൻ ഇത് എന്തിനാ അറിയാമെന്ന് ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കൺവേർട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാണാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ഇത്രയും മതി. അടുത്ത് നമ്മൾ ഓക്സിഡേഷൻ, ഓസോണോളിസിസും പോളിമറൈസേഷനും നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ നന്നായി തറവാക്കി പഠിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാത്തവരെ കമൻസിലിട്ട് ഓക്കെ. താങ്ക് യു.